ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2000. ഇന്ന് ജൂൺ മാസം 22 173 ദിവസത്തിലെത്തി. നമ്മുടെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട സ്ലീഹന്മാരോടൊപ്പമാണ് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ യാത്ര. 6 ദിവസങ്ങളായിട്ട് അന്ത്രയോസും അവിടുന്ന് പത്രോസും പിന്നീട് ഫിലിപ്പോസും ബർത്തലോമായും യാക്കോബും യോഹന്നാനും. 6 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് 7-ാം ദിനം വിശുദ്ധനായ മത്തായി ശ്ലീഹ. മത്തായി ശ്ലീഹയെ കുറിച്ച് സുവിശേഷങ്ങളിൽ വളരെ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും മത്തായി ശ്ലീഹയുടെ വിളിയെക്കുറിച്ച് പറയുന്നു. ഒരു സുവിശേഷം എഴുതിയ ആളാണ് കേട്ടോ. ചുങ്കസ്ഥലത്ത് മത്തായി എന്ന പേരുടെ മനുഷ്യൻ ഇരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കാൻ യേശു പറയുകയാണ്. അങ്ങനെയാണ് മത്തായി തന്നെക്കുറിച്ചും തനിക്കുണ്ടായ വിളിയെക്കുറിച്ചും എഴുതിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും എത്തുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനെ വിളിച്ചതായിട്ടാണ്. അപ്പോൾ മത്തായിക്ക് ഒരു പേരും കൊണ്ടുണ്ടായിരുന്നു, ലേവി. അൽഫായുടെ മകനാണ് ലേവി എന്നും പറയുന്നു. പാലസ്തീനില് ഒരാൾക്ക് തന്നെ 2-3 പേര് അത്ര പുതുമയുള്ള കാര്യമല്ല. ചുങ്കക്കാരനായിരുന്നു മത്തായി. യഹൂദന്മാരാവട്ടെ ചുങ്കക്കാരെ വെറുത്തു. കാരണങ്ങൾ ഒത്തിരിയുണ്ട്. തങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണെന്ന് അവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഏത് ജനതയും രാജ്യത്തെയും അവർ അങ്ങേയറ്റം വെറുത്തിരുന്നു. മറ്റൊരു കാരണം കൂടിയുണ്ട് ചുങ്കക്കാരെ വെറുക്കാനായിട്ട്. അവർ അന്യായമായി, ശരിക്കും പറഞ്ഞാൽ കഴുത്തറപ്പൻ രീതിയിൽ അവർ ചുങ്കം പിരിക്കുമായിരുന്നു. അതൊക്കെ നമുക്ക് സക്കായിയുടെ ഏറ്റുപറച്ചിലൂടെ മനസ്സിലായിട്ടുള്ളതാണ്. എന്തായാലും യേശുവിനെ കുറിച്ച് മത്തായി മനസ്സിലാക്കിയിരുന്നു. യേശുവിന്റെ ഉപദേശം, യേശുവിന്റെ ജീവിതം, കാരുണ്യപരമായ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള യേശുവിന്റെ ഉപദേശം, സമുദായ ഭ്രഷ്ടരും നിന്ദിതരുമായ ചുങ്കക്കാരോട് സ്നേഹപൂർവ്വം ഇടപെട്ടത്, അവരെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്ത പരീശന്മാരോട്, യഹൂദ പ്രമാണികളുടെ അഹങ്കാരത്തോട്, അവരുടെ കാപട്യത്തോടൊക്കെ യേശു പരസ്യമായി പ്രതികരിച്ചു. ഇതൊക്കെ മത്തായിയെ യേശുവിലേക്ക് ആകർഷിച്ച ഘടകങ്ങളാണ്. യേശുവിനെ കുറിച്ചുള്ള ബഹുമാനവും മതിപ്പും അവന്റെ ഹൃദയത്തിൽ തിങ്ങി നിന്ന ഒരു സമയത്താണ് മത്തായിക്ക് ദിവ്യവിളി ഉണ്ടാവുന്നത്. ഒട്ടും ശങ്കിക്കാതെ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. മത്തായിയുടെ വിളി എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തെന്നാൽ അവനൊരു ചുങ്കക്കാരനായിരുന്നു. അവൻ അത്യാഗ്രഹിയും പണക്കുതിയനുമായിരുന്നു. ധനമോഹം കൊണ്ട് സ്വജാതിക്കാരുടെ നിന്ദയും പരിഹാസവും സഹിക്കാൻ അവൻ സന്നദ്ധനായി. അങ്ങനെയുള്ള ഒരുവനെയാണ് യേശു തന്റെ കൂട്ടത്തിലേക്ക് വിളിച്ച് ചേർത്തത്. അതൊരു വലിയ അത്ഭുതമായിട്ടുണ്ടാവും പലർക്കും. പരിഹസിക്കാനായിട്ട് അത് നല്ലൊരു കാരണവുമായിട്ടുണ്ടാവും. യേശു ഇങ്ങനെ ബലഹീനരെയും കുറവുള്ളവരെയും വീണുപോകുന്നവരെയും വീണുപോയവരെയും ഒക്കെയാണ് തേടുന്നത്. മത്തായി യേശുവിന്റെ ശിഷ്യനായി തീർന്നതിന് ശേഷം ആദ്യമായി ചെയ്തത് ഒരു വിരുന്നൊരുക്കുകയായിരുന്നു എന്ന് വിശുദ്ധനായ ലൂക്കോസ് എഴുതുന്നുണ്ട്. ലേവി തന്റെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കി. അതുകൊണ്ട് തന്നെ തന്റെ സുഹൃത്തുക്കളായ ചുങ്കക്കാരും അതുപോലുള്ള മനുഷ്യരും അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് യേശുവിനെ ഒന്ന് കാണാനായിട്ടൊരു അവസരമൊരുക്കി കൊടുത്തതാവും ഒരുപക്ഷെ. അങ്ങനെ യേശുവിലേക്ക് കുറെ ആൾക്കാരെ കൂടി എത്തിക്കുകയാണ്. അത് കണ്ട പരീശന്മാരും ശാസ്ത്രിമാരും സമുദായ പ്രമാണിമാരും മൊത്തത്തിൽ ആക്ഷേപിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. യേശുവിന്റെ മറുപടിയുണ്ട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്ര വിളിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തെ കുറെ കൂടി നമുക്കൊന്ന് അടുത്ത് അറിയാം. താൻ നിന്ദിതനും സമൂഹ ഭ്രഷ്ടനുമായ ഒരു ചുങ്കക്കാരനാണെന്ന ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
ചുങ്കക്കാരൻ മത്തായി എന്ന് തന്നെയാണ് സ്വന്തം സുവിശേഷത്തിൽ തന്നെക്കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ രൂപാന്തരം ദൈവകൃപയുടെ മാഹാത്മ്യത്തിന് എത്രയോ വലിയൊരു ദൃഷ്ടാന്തമാണ്. ഏത് ഘോര പാപിയെയും നിന്ദിതനെയും എളിയവനെയും രക്ഷിച്ച് രൂപാന്തരപ്പെടുത്തുന്നു. മറ്റുള്ളവർ രക്ഷയ്ക്ക് മുഖാന്തരക്കാരനാക്കി തീർക്കുവാനായിട്ട് ക്രിസ്തുയേശുവിന് കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.